ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ വിശേഷവും ജനറൽ പ്രമോ ഒക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണല്ലേ. ഇനി നമ്മുടെ കഥ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിരാമി എന്ന അഖിലയെ പ്രതിനിധീകരിച്ച് തന്നെയാണ്. അഭിരാമി എന്ന അഖില നമ്മുടെ ഗൗതമിന്റെ തലയിലാവുന്നതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗൗതമിന് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ആ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷേ നമ്മുടെ ഗൗതം എന്ന ആള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ വീട്ടിൽ നന്ദയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ഒരു വൃത്തികെട്ട ഒരു പുരുഷനായി മാറുകയാണെന്ന് പറയാം. കാരണം അങ്ങനെയാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. നല്ലത് ചെയ്യുന്നവരെ എപ്പോഴും നല്ല കണ്ണിലൂടെ കാണണമെന്നില്ല. പക്ഷെ ആ ഒരു സത്യം നന്ദ തിരിച്ചറിയുമ്പോൾ ആ ഒരു വൃത്തികെട്ടവൻ എന്ന ആ ഒരു മുദ്രയൊക്കെ മാറി നമ്മുടെ ഗൗതം അത്ര നല്ല മനസ്സിനുടമയാണെന്ന് നമ്മുടെ നന്ദ തിരിച്ചറിയുകയും ചെയ്യും കേട്ടോ. അത് ഒത്തിരി ഒന്നും പോകേണ്ട. അടുത്ത ആഴ്ചയിൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമാകും. നമ്മുടെ നന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലും മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ നേരിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും ആ ഒരു തിരിച്ചറിയാനുള്ള ആ ഒരു ബോധവും ഇടവും എല്ലാം നന്ദയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നമ്മുടെ ഗൗതമിനെ തെറ്റിദ്ധരിക്കുമെങ്കിലും ഈ ലക്ഷ്മിയും നന്ദയും ഒക്കെ തിരിച്ചറിയും. പക്ഷേ അതിനിടയിൽ നമ്മുടെ പിങ്കി നന്ദേനെ കുത്താൻ പറ്റുന്ന അത്രയും കുത്തും. കാരണം ഗൗതം ആരാണെന്നായിരുന്നു നിങ്ങളൊക്കെ വിചാരിച്ചത്? ഗൗതമിന്റെ തനി സ്വരൂപം കണ്ടില്ലേ? ഇങ്ങനെ തന്നെ വേണം നിനക്ക് എന്നൊരു ആ ഒരു ധാരണയാണ് നമ്മുടെ പിങ്കിയിൽ ഉണ്ടാകുന്നത്. തനിക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഇനി പിങ്കിക്കും കിട്ടണ്ടേ എന്ന മട്ടാണ് നമ്മുടെ പിങ്കിക്കുള്ളത് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സീനിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ഗൗതം എല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു. തന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴേക്കും ഒരു വലിയ കാട്ടിനകത്താണ്. അവിടെ പണ്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നതും കുറെ പേര് മരണപ്പെട്ടതും ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകണ്ട എന്ന് അരുന്ധതി പറയുന്നു, ലക്ഷ്മി പറയുന്നു, എല്ലാവരും തടയുന്നു. പക്ഷേ തന്റെ ആ ഒരു ഡ്യൂട്ടി തനിക്ക് നടപ്പാക്കിയേ പറ്റൂ. താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, എന്റെ ആ ഒരു ഡ്യൂട്ടി നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നന്ദി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കണ്ടു. ഏതായാലും നമ്മുടെ ഗൗതം പോകാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നന്ദി ഓടി വന്ന് ഗൗതമിനെ കെട്ടിപ്പിടിച്ചിട്ട് ഗൗതം സാർ പോകണ്ട സാർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഗൗതം പറയുന്നത്, നന്ദേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കറിയില്ലേ സത്യം പറഞ്ഞാല് എന്റെ ജോലിയുടെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. നിന്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയണ്ടല്ലോ. ഈ ഒരു ദൗത്യം എനിക്ക് ഏറ്റെടുത്തേ പറ്റൂ. സമൂഹത്തെ സംരക്ഷിക്കുക എന്നതൊരു പോലീസുകാരന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഒരിക്കലും. ഞാൻ ഈ യൂണിഫോം അഭിമാനത്തോടു കൂടി ഇട്ടതാണ്, ആഗ്രഹിച്ചിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദേ, ഞാൻ ഇങ്ങനെ പോകുമ്പം നീ സന്തോഷിച്ചിരിക്കുന്ന എനിക്ക് കാണേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ, എനിക്ക് കുഴപ്പമില്ല സാർ, എങ്കിലും സാറ് പോകാൻ നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ട് ഈ ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോകില്ല. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഒരാഴ്ച ഒന്നും വേണ്ട, 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വരില്ലേ? നീ വേണ്ടേ അമ്മേനെയൊക്കെ സമാധാനപ്പെടുത്താന്? അമ്മേനെയും വല്യമ്മായിനെയും എല്ലാവരും നീ സമാധാനപ്പെടുത്തണം. അതുപോലെ തന്നെ പിങ്കിനെയും അർജുനെയും ഒക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോകുന്നത്. ചങ്കു പൊട്ടി നിൽക്കുന്ന നന്ദ, ലക്ഷ്മി, അതുപോലെ തന്നെ അരുന്ധതിനെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ ഒരാൾക്ക് വലിയ സന്തോഷമായിട്ടോ, പിങ്കിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പൊ ഗൗതമിന് എവിടെ പോയാലും പ്രശ്നമില്ല. ഇവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തം ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ എല്ലാ ദിവസവും അവരൊന്നിച്ചാണല്ലോ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ 3-4 ദിവസം ഒന്നും ചെയ്യണ്ടല്ലോ നമ്മുടെ പിങ്കിക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും കുരുട്ടുബുദ്ധി തപ്പി കണ്ടുപിടിച്ച് പിങ്കി ഇവരുടെ ശാന്തി മുഹൂർത്തം, അതായത് ഇവരുടെ രാത്രിയിലത്തെ ഉറക്കം കെടുത്തണം. അപ്പൊ എന്തെങ്കിലും പിങ്കി ചെയ്തോണ്ടിരിക്കണമല്ലോ. അപ്പൊ പിങ്കിക്ക് സത്യം പറഞ്ഞാല് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനുള്ള സമയമൊക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 ദിവസത്തിനുള്ളിൽ കിട്ടുന്നത്. പിങ്കി അതൊരു നല്ല സൗഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ നന്ദയുടെ ഈ ഒരു വിഷമമൊക്കെ കാണുമ്പോഴത്തേക്കും ലക്ഷ്മി ചെന്ന് നന്ദേനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. നന്ദമോളെ സമാധാനമായിട്ടിരിക്കും, സാരമില്ല, പോട്ടെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗൗതം പോകാതിരിക്കില്ല, അതുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ നന്ദയോട് പറയുന്നുണ്ട്. അപ്പൊ നന്ദ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പിങ്കി ഓടി ചെന്നിട്ട്, ഇതിന് മാത്രം വിഷമിക്കാൻ എന്നാ ഇത്ര ഇരിക്കുന്നത്? ഗൗതം പോയേക്കുന്നത് ഡ്യൂട്ടിക്ക് വേണ്ടിയല്ല പോയേക്കുന്നത്. ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ഗൗതമിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനു നന്ദയെ നീ തടയുന്നു? നന്ദയ്ക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പിങ്കിയുടെ സംസാരം. ഈ സംസാരം കേട്ട് കഴിയുമ്പോഴത്തേക്കും
നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, പിങ്കി അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വവും ആ ഒരു ഉത്തരവാദിത്വ ബോധധർമ്മവും ഒക്കെ നിനക്ക് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല പിങ്കി. അതിന് ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കണം. ആദ്യം ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു വേർപാടിന്റെ വേദന നിനക്ക് അറിയത്തുള്ളൂ പിങ്കി എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി അവിടെ അടഞ്ഞു പോവുകയാണ്. അപ്പോഴത്തേക്കും പിങ്കി ചോദിക്കണ്ടോ, ഇനി ഞാൻ എന്റെ ഭർത്താവിനെ ഇവിടെ ഞാൻ ബഹുമാനിക്കാതിരിക്കുന്നില്ലല്ലോ, ഇവിടെ ഭർത്താവിനെ വീട്ടുകാരെ ബഹുമാനിക്കാതിരിക്കുന്നത് നന്ദയല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ചൂടാവുകയാണ് പിങ്കിനോട്. അപ്പം നന്ദ കയറി കൈ പിടിച്ചിട്ട് വേണ്ട അമ്മ ഒന്നും പറയരുത് എന്ന് പറയുന്നു. കാരണം നമ്മുടെ നന്ദയുടെ ഉദ്ദേശം എന്നത് പിങ്കിനെ ദേഷ്യം പിടിപ്പിച്ച് പിങ്കിനെ വീണ്ടും വീണ്ടും നമ്മുടെ ഗൗതമിനോടുള്ള സ്നേഹം കൂട്ടിയെടുക്കാനല്ല, ഗൗതമും അർജുനും പിങ്കിയും ഒന്നിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ നന്ദ ഇനി കാര്യങ്ങളൊക്കെ നീക്കുന്നത്. ഇതേ സമയം ആയിക്കോട്ടെ, യുദ്ധഭൂമി പോലെ കിടക്കുന്ന ആ ഒരു കൊടും കാട്ടിലേക്ക് നമ്മുടെ ആരാണ് ചെല്ലുന്നത്? ഗൗതം ചെല്ലുകയാണ്. അപ്പൊ അതിനു മുമ്പ് അഭിരാമീനെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം തന്റെ യുദ്ധം തുടങ്ങാറായി, താൻ പോരാടാൻ പോവുകയാണ്. അപ്പൊ കുറെ കൂട്ടാളികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ക്യാപ്റ്റനായ ആദിത്യൻ എന്നാട്ടോ പേര്. അപ്പൊ ക്യാപ്റ്റനായ ആദിത്യൻ എല്ലാവരെയും കൊണ്ട് ഈ ഒരു യുദ്ധത്തിന്, അതായത് ബോംബിടാൻ വേണ്ടി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അവരെ മാപ്പൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി വെച്ച് ഒരു കാടിനുള്ളിൽ അവരൊരു വലിയ കൂടാരമൊക്കെ കെട്ടി നിൽക്കുമ്പോഴാണ് ഈ പോലീസും പട്ടാളവും ഒക്കെ വരുന്നത്. ഏതായാലും അവിടെ വലിയൊരു വെടിവെപ്പ് തന്നെ നടക്കുകയാണ്. രാത്രി ഭാഗമൊക്കെ ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടി ഉയർത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടികൊണ്ട് ആ ഒരു വെടിവെപ്പിൽ തന്നെയാണ് നമ്മുടെ ആദിത്യൻ മരിക്കുകയും അങ്ങനെ കുറെ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൗതമിന് വലിയ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ അഖിലേനെയും കൊണ്ടല്ല ഈ ഒരു സംഭവത്തിന് പോയിരിക്കുന്നത്, ഈ ഒരു പോരാട്ടത്തിന് പോയിരിക്കുന്നത്. അഖില പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അഖിലേനെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ അഖിലയ്ക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ഫോടനത്തിന്റെ ഇടയിൽ നമ്മളെ കാണിക്കുന്നത്. ഏതായാലും ആ ഒരു യുദ്ധവും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അഭിരാമി എന്ന് പറയുന്ന അഖില എന്ന് പറയുന്ന അഭിരാമീനെ ഗൗതം ഏറ്റെടുക്കേണ്ടി വരികയും ആ ഒരു അവസ്ഥയായി പോവുകയാണ്. കാരണം ആ ഒരു വലിയ ഷോക്കില് തളർന്നു വീഴുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗൗതമാണ്. പക്ഷെ ആദ്യമൊക്കെ പിങ്കി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് സീരിയസ് പ്രശ്നമാണ്. ഗൗതം തന്നെ വിട്ടു പോകുവോ, ഗൗതം വേറൊരു പെണ്ണിന് സ്വന്തമാകുവോ, ഇനിയിപ്പം അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കി നന്ദയുടെ കൂടെ തന്നെ ചേരുകയാണ് കേട്ടോ. ഏതായാലും നന്ദയുടെ കൂടെ ചേർന്ന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല നമ്മുടെ പിങ്കി ഗൗതമിനെ. അതുകൊണ്ട് തന്നെയാണ് നന്ദയുടെ കൂടെ ചേർന്ന് ആ ഒരു പോരാട്ടത്തിൽ നിൽക്കുന്നത്. ആദ്യം എല്ലാവരും നമ്മുടെ ഗൗതമിനെ കുറ്റപ്പെടുത്തുകയും നന്ദയും അതുപോലെ തന്നെ പിങ്കിയും കൂടി ചേർന്ന് കമ്മീഷണറിനെ കാണാൻ പോവുകയും പരാതി പറയുകയും ഒക്കെ ചെയ്യും. കാരണം വീട്ടിൽ നമ്മുടെ ഗൗതം എത്തുന്നില്ല. ഈ പെൺകുട്ടീനെ സംരക്ഷിക്കേണ്ട ഫുൾ ഉത്തരവാദിത്വവും നമ്മുടെ ഗൗതം ഏറ്റെടുക്കുകയാണ്. വേണമെങ്കിൽ ഗൗതമിനെ ഇട്ടിട്ട് പോരാം. അഖില എന്ന് പറയുന്ന അഭിരാമീനെ, നമുക്കിനി അഭിരാമി എന്ന് വിളിച്ചാൽ മതിയില്ല, അഖില അവിടെ കിടക്കട്ടെ. അഭിരാമീനെ വേണമെങ്കിൽ അവിടെ വിട്ടിട്ട് വരാം. ഒരിക്കലും ഒരു പോലീസുകാരനും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗൗതമിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു വരാൻ നമ്മുടെ ഗൗതമിന് പറ്റാതിരുന്നത്. അപ്പം ഗൗതം അങ്ങനെ അഭിരാമീനെ സംരക്ഷിക്കണം. അപ്പൊ അഭിരാമി പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയ ഞാൻ മരിച്ചു കളയുന്ന ഇതിലും ഭേദം നല്ലത്. എൻ്റെ ഭർത്താവിനെ നിങ്ങളൊക്കെ കൊലക്കി കൊടുത്തില്ലേ, എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങളൊക്കെ കൂടി കൊലക്കി കൊടുത്തില്ലേ. ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞിനെ ജനിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സ്വപ്നങ്ങൾ കണ്ടായിരുന്നു, അതെല്ലാമല്ലേ നിങ്ങൾ തകർത്തത്. കാരണം ഗൗതമിന്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ആദിത്യൻ മരിക്കുന്നത്. അപ്പൊ ആദിത്യൻ ഗൗതമിന്റെ കൈ കൊണ്ട് തന്നെ വെടിയേറ്റു മരിക്കുന്നത്. അപ്പം ഉള്ള എല്ലാ കുറ്റവും ഈ പറയുന്ന പെൺകുട്ടി ചുമത്തുന്നത് നമ്മുടെ ഗൗതമിനെ തന്നെയാണ്. അപ്പം ഗൗതമിന് ഈ പെൺകുട്ടിയുടെ വിഷമം, ഈ പെൺകുട്ടിക്ക് വേറെ ആരും ഇല്ലെന്നും എനിക്ക് ആകെ എൻ്റെ ഭർത്താവ് മാത്രമാണുള്ളതെന്നും എന്റെ വീട്ടിൽ നിന്ന് ഈ ഭർത്താവിന്റെ കൂടെ, അതായത് ആദിത്യനെ വിവാഹം കഴിച്ചതിൽ പിന്നെ എൻ്റെ വീട്ടുകാരെ എന്നെ കയറ്റാതെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്നും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും താൻ കാരണം ഒരു പെൺകുട്ടിയും അതിന്റെ കുഞ്ഞും അനാഥമാകാൻ പാടില്ല എന്ന ആ ഒരു ചിന്തയിൽ, ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ വേറെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണല്ലോ, നിനക്ക് കുട്ടി ഉണ്ടാകുന്നത് വരെ നിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ആ ഒരു പെൺകുട്ടീനെ സംരക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗൗതം ഈ ഒരു പെൺകുട്ടീനെ സംരക്ഷിക്കുന്നു എന്നറിയുന്നുണ്ട്. ഇത് നമ്മുടെ ആദിത്യൻ എന്ന ക്യാപ്റ്റന്റെ ഭാര്യയാണെന്നോ ആ യുദ്ധഭൂമിയിൽ നിന്നും രക്ഷിച്ചതാണെന്നോ ഒന്നും അറിയാതെയാണ് നമ്മുടെ നന്ദ സംശയിച്ചു തുടങ്ങുന്നത് ഗൗതമിനെ.
ഏതായാലും ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിങ്കിക്ക് ഇതിനോട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനെ നമ്മുടെ ഗൗതം പോയല്ലോ, അപ്പം ഗൗതം പോയപ്പോൾ സമാധാനമായല്ലോ. പക്ഷെ കാര്യം ഇച്ചിരി രൂക്ഷമാണ്, കാര്യം ഇച്ചിരി പ്രശ്നമാണ്. തന്റെ ഗൗതം തനിക്കും നഷ്ടമാകും, ഈ കുടുംബത്തിനും നഷ്ടമാകും എന്നൊക്കെ അറിയുന്ന പിങ്കി നമ്മുടെ നന്ദയുടെ കൂടെ ചേർന്നിട്ട് ഇനിയിപ്പം ഗൗതമിനെ ഏറ്റെടുക്കുവാനുള്ള, ഗൗതമിനെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മുടെ നന്ദയും പിങ്കിയും ഗൗതമിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നന്ദയും പിങ്കിയും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹോസ്പിറ്റലില് ഇവളെയും കൊണ്ട്, ഈ അഭിരാമീനെയും കൊണ്ട് നടക്കുന്ന നമ്മുടെ ഗൗതം അഭിരാമീനെ ചേർത്ത് പിടിച്ച് നടക്കുന്നു. ഇത് കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നന്ദയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വൈലന്റ് ആകാൻ പോകുന്നില്ല. പിങ്കിക്ക് ദേഷ്യമുണ്ട്. പിങ്കി ഓരോന്ന് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നന്ദ വേണ്ട, നമുക്ക് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല, എനിക്കിനി ഒന്നും പറയാനുള്ള അവകാശമില്ല എന്നും പറഞ്ഞു വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാ സത്യങ്ങളും നമ്മുടെ നന്ദ അവിടെയുള്ളവരെ അറിയിക്കുമ്പോൾ ലക്ഷ്മിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തന്റെ മകൻ ഇത്രയും വൃത്തികെട്ടവനായിരുന്നോ? തന്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു? തന്റെ മകന് ഒരു ഗർഭിണിയായ പെൺകുട്ടീനെ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലക്ഷ്മി തന്നെ എന്റെ മകനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും ഇനി ഈ വീട്ടിൽ കയറ്റില്ല എന്ന് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അർജുൻ അങ്ങനെയല്ല കേട്ടോ. അർജുൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കും. അർജുന്റെ അടുത്ത് ലാസ്റ്റ് നമ്മുടെ ഗൗതം മനസ്സ് തുറക്കും, കാര്യങ്ങളൊക്കെ തുറന്നു പറയും. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു, പക്ഷെ ഞാൻ ഇവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പോലീസുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത കുരുക്കിൽ ചെന്ന് അവസാനിക്കും. ഇങ്ങനെയൊരു, അതായത് വെടിവെച്ച് കൊല്ലണം എന്നല്ല പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും. അപ്പൊ ആ വീട്ടിൽ വന്ന് വെടിവെച്ചപ്പോഴത്തേക്കും അവശേഷിച്ചതാണ് ഈ അഭിരാമി. അപ്പൊ അഭിരാമീനെ വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാം, പക്ഷെ അതിന് ഗൗതമിന് മനസ്സ് വന്നില്ല. ഏതായാലും അർജുനോടെല്ലാം തുറന്നു പറയും. അർജുൻ എല്ലാവരെയും എല്ലാം പറഞ്ഞു മനസ്സിലാക്കും. നമ്മുടെ നന്ദ തിരിച്ചറിയും ഗൗതം സത്യം പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യനാണ്, തന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെ തിരിച്ചറിയും. അതൊക്കെ ഏതായാലും അടുത്ത ആഴ്ച തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതിന്റെ പിറ്റത്തെ ആഴ്ചയൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗമൊക്കെ അവസാനിക്കുവേ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടുത്ത ആഴ്ച വരാൻ പോകുന്ന വിശേഷം സൂപ്പർ ഹിറ്റ് വിശേഷം തന്നെയാണ്. കുറച്ച് ഒരു 2 ആഴ്ചയോളം നമ്മുടെ പിങ്കിയുടെ ആ ഒരു ക്രൂരത മാറ്റി വെക്കും പിങ്കി നന്ദയുടെ കൂടെ ചേർന്ന് നിന്ന് നല്ല രീതിയിൽ തന്നെ നന്ദേനെ സപ്പോർട്ട് ചെയ്ത് നന്ദയുടെ കൂടെ നിന്ന് അവർ രണ്ടുപേരും കൂടെയാണ് ചേർന്ന് പോലീസിന്റെ ഒക്കെ അടുത്തൊക്കെ പോകുന്നത്. അതൊക്കെ നിങ്ങൾ ജനറൽ പ്രമോയില് കണ്ടു കാണുമല്ലോ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. പിന്നെ നാളെ നമുക്ക് ഞായറാഴ്ചയാണ്. നമ്മൾ ഞായറാഴ്ച ദിവസം വിശേഷങ്ങളൊന്നും ഇടാറില്ല. എല്ലാ ഞായറാഴ്ചയും നമുക്കൊരു ചെറിയ ഫ്രീ ദിവസം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ വിശേഷങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. ഞായറാഴ്ച ഞാൻ കുറച്ചു നേരം എനിക്ക് ഫ്രീ ആകണ്ടേ. അപ്പൊ അതാട്ടോ ഞായറാഴ്ച വിശേഷങ്ങളൊന്നും ഇടാത്തത്. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി ഞായറാഴ്ച ഇപ്പം പ്രേമൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പം എനിക്കും വേണ്ട ഒരു ദിവസം ഫ്രീ ആയിട്ടും ഒക്കെ ഇരിക്കണ്ടേ. അപ്പൊ അതും കൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഞായറാഴ്ച ഇപ്പം കഥ പറയണ്ടാന്ന് വെച്ചേക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്കിനി തിങ്കളാഴ്ച കാണാം. നാളെ ഇനി ഞാൻ വരില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും തിങ്കളാഴ്ച കാണാം. എല്ലാവർക്കും നാളത്തെ ദിവസവും നല്ലൊരു ദിവസമാകട്ടെ. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും നമ്മളിത് പറഞ്ഞാൽ ബോറാകും. അതുമല്ല ഓർക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് നമ്മുടെ വയനാട്. അപ്പം വയനാടിനെ കുറിച്ച് പറയാനുള്ളത്, കുറേ പേരെയും ഇനി കണ്ടെത്താനുണ്ട് കേട്ടോ. അപ്പം കുറേ പേരെ കണ്ടെത്താനുണ്ട്. കുറേ പേര് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, കുറേ പേര് അനാഥമായിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ഇനി അവശേഷിക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കട്ടെ. അപ്പം അങ്ങനെ മരണപ്പെട്ടവരെ കണ്ടെത്താൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഞാൻ പറഞ്ഞായിരുന്നു, ഏതെങ്കിലുമൊക്കെ അസോസിയേഷനൊക്കെ നമ്മുടെ മുമ്പിൽ ചിലപ്പം വന്നേക്കാം. ഒരു കൈ സഹായം നമുക്ക് പറ്റുന്നത് അത് എന്താ, എത്രയാണ് 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ, അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും, നമ്മുടെ കേരളമാണ്, ഒരിക്കലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നമ്മളെ പറ്റിക്കില്ല. അത് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തും, അത് ഉറപ്പാണ്. നമുക്ക് അറിയാമല്ലോ, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണുമല്ലോ, എത്ര നല്ല മനുഷ്യരാണ് കേരളത്തിലുള്ളത്. ഒരു കുഞ്ഞിനെ, അതായത് അനാഥമായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ സത്യം പറഞ്ഞ മത്സരമാണ്. അതാ പറഞ്ഞേ, ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ കേരളീയരെല്ലാം ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിൽ ജനിച്ച നമ്മളൊക്കെ ഒത്തിരി എന്താ പറയുക, അഭിമാനിക്കണം. അതിനുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കേരളം എത്ര സുന്ദരമാണെന്നും നമ്മുടെ കേരളത്തിലുള്ളവർ എത്ര മനസാക്ഷി ഉള്ളവരാണെന്നും ഒക്കെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ഏതായാലും പ്രാർത്ഥിക്കാം.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ നാളെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു. കുറേ നേരം അങ്ങ് സംസാരിച്ചല്ലേ, സോറി കേട്ടോ, ബോറായിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് തിങ്കളാഴ്ച കാണാമേ. ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.